ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹണി ആൽമണ്ട് കേക്കിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ല, സ്പഞ്ചിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഈ ഒരു കേക്കിൽ ഞാൻ കാണിക്കുന്നത് ആ ഒരു കേക്കിൻ്റെ ഫില്ലിങ്സ് മാത്രമാണ്. നോർമലി നമ്മളുടെ വാനില സ്പഞ്ച് തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം ലെയറിൽ ഷുഗർ സിറപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലെയറിലെടുക്കുന്ന ക്രീം നന്നായിട്ടൊന്ന് ഓവർ ബീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഓർഡേഴ്സൊക്കെ തീരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1 kg നോർമലി 1 kg കേക്കൊക്കെ വരുവാണെങ്കിൽ ഹാൻഡ് ബീറ്റിലാണ് ബീറ്റ് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് സമയമില്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാൻഡ് ബീറ്റിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നന്നായിട്ടങ്ങ് ഓവർ ബീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ലെയറിൽ കൊടുക്കുന്ന ആ ഒരു ക്രീമിൻ്റെ ടോപ്പിലേക്കായിട്ട് ഹണിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റിച്ചായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ആൽമണ്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ടോപ്പിൽ വീണ്ടും ഹണി ചേർക്കുന്നുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് വീണ്ടും സെക്കൻഡ് ലെയറും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു 5-6 പേരെയൊക്കെ നല്ല രീതിയിലുള്ള ഓർഡേഴ്സും കാര്യങ്ങളും ഒട്ടും വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഓർഡറുകൾ ചെയ്തിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ 1-2 എങ്ങനെ ആ ഒരു രീതിക്ക് മാത്രമേ ഇപ്പോൾ ഓർഡേഴ്സുകൾ വരാറുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്കിൽ ടോട്ടലി ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു സെയിം ബോട്ടിൽ തന്നെ ഒരു ബോട്ടിലും പിന്നെ ആ ഒരു ബോട്ടിൽ തന്നെ ഒരു ഹാഫ് ബോട്ടിലും, അങ്ങനെ 1.5 ബോട്ടിലാണ് കേട്ടോ ഞാൻ ഒരു ഹണി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെയറിൽ ഞാൻ നല്ല റിച്ചായിട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെക്കറേഷൻ ആൽമണ്ട്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല റിച്ചായിട്ട് തന്നെയാണ് ഫില്ലിങ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കസ്റ്റമർ ഒറ്റ ഡിമാൻഡ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആൾ എല്ലാ കേക്കുകളും എൻ്റെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്വയർ കേക്ക്, റൗണ്ട് കേക്ക് ഒന്നും വേണ്ട, ഒരു ഹാർട്ട് ഷേപ്പ് കേക്ക് മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആളുടെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു. ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹാർട്ട് ഷേപ്പ് കേക്ക് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് സൺഡേ ആയിരുന്നു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ എനിക്ക് സൺഡേ ഓഫായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ച എനിക്ക് ജോലിക്ക് പോവേണ്ടതുള്ളത് കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം ഞായറാഴ്ചയാണെന്നുള്ള കാര്യം ഞാനങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലേന്ന് തന്നെ നമ്മൾ സ്പഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ഞായറാഴ്ച ഒന്ന് രാവിലെയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഒന്ന് ചെയ്തെടുക്കുന്നത്. വൈകുന്നേരം ഒരു 4-4:30 മതിയായിരുന്നു കേക്ക്. പക്ഷേ ഈ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം ഉച്ചയ്ക്ക് വന്നിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ റൗണ്ട് കേക്ക് ഹാർട്ട് ഷേപ്പ് ആക്കലാണ് കൂടുതലും ചെയ്യാറുള്ളത്. എനിക്ക് ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടൽ കുറവാണ്. അതുകൊണ്ട് തന്നെ റൗണ്ട് കേക്കിലാണ് ഞാൻ ഹാർട്ട് ഷേപ്പ് എപ്പോഴും ആക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് ആക്കുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, റൗണ്ട് കേക്ക് ഹാർട്ട് ഷേപ്പ് ആക്കുന്നതിൻ്റെ. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരൊന്ന് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ആ ഒരു കട്ടിങ്ങും എല്ലാം ലെവലാക്കിയതിന് ശേഷമായിട്ട് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ വീണ്ടും ഫൈനൽ കോട്ട് ചെയ്യാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്തും ക്രീം നന്നായിട്ട് എയർ ബബിൾസ് ആക്കിയിട്ട് പണി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സൈഡ് നമുക്ക് ഡിസൈൻ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എയർ ബബിൾസ് സൈഡിലത്തെ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ടോപ്പൊക്കെ നല്ല രീതിയിലേക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും അത്യാവശ്യം അറിയാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ലെവൽ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് അതിൻ്റെ ടോപ്പിൽ നമ്മുടെ ഹണിയും കൂടി ചേർത്തിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഗനാഷ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ രണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു തീരുമാനം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഹണിക്ക് അത് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ടോപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും വലിയ പണിയാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. കേക്ക് ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിലും ഒന്ന് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ടോപ്പൊക്കെ കുറച്ച് നല്ല രീതിയിലൊന്ന് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൈഡിൽ പിന്നെ നമ്മൾ സ്ക്രാപ്പർ ഡിസൈൻ കൊടുത്തതുകൊണ്ട് തന്നെ അതിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു ടോപ്പിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഹണിയും മിൽക്ക് മെയ്ഡും കൂടെ ആക്കിയിട്ടുള്ള
സംഭവങ്ങളൊന്ന് ആക്കിയെടുക്കണമായിരുന്നു. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആ ഒരു ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് ഒന്നും കൂടെ ഫ്രീസായിട്ട് നമ്മൾ തുടയ്ക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകത്തില്ല കേട്ടോ. കാരണം അങ്ങ് തണുത്തിട്ട് അവിടെ അങ്ങ് സ്റ്റിക്കാവും. ഇതിപ്പോൾ നമ്മുടെ നന്നായിട്ടൊന്ന് ഫിനിഷായി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ടോട്ടലി ഞാനിവിടെ ഒരു ബോട്ടിലും പിന്നെ ഒരു ഹാഫ് ബോട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ചളവിൽ ഒരു 1/2 ടീസ്പൂൺ അത്ര ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കേക്ക് സെറ്റായപ്പോൾ അതിൻ്റെ ടോപ്പിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ അത് കിട്ടിയത് വമ്പൻ പണിയായിരുന്നു. കാരണം അത് ഫസ്റ്റ് ഞാൻ ഒഴിക്കുന്ന സമയത്ത് സ്പ്രെഡ് ആവലും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും സ്പാച്ചില വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ആവത്തക്ക വിധത്തിലൊന്ന് സെറ്റാക്കുമായിരുന്നു. പക്ഷെ സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഫുള്ള് എല്ലായിടത്തും സ്പ്രെഡ് ആയതിന് ശേഷമായിട്ട് ഫുള്ള് പണി തന്നു. എല്ലാം കൂടെ ഒലിച്ച് താഴോട്ടൊക്കെ അങ്ങ് പോയി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം വേറെ ചോക്ലേറ്റ് ഗണേഷ് ആക്കാനുള്ള ഒരു നിവർത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കേക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വീട്ടിലേക്കും കൂടെ ഞാനൊരു 1/2 kg ഹണി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ക്രം കോട്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്രീമൊന്നും അത്ര ആർക്കും വീട്ടിൽ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ക്രം കോട്ട് ചെയ്തിട്ട് ടോപ്പിൽ ആ ഒരു ഹണീൻ്റെ ബാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡ്രിപ്പിങ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയൊക്കെ ഒഴിച്ച് കൊടുത്തു. അപ്പോഴേ എനിക്ക് മനസ്സിലായി കാര്യം പണി കിട്ടിയെന്നുള്ള കാര്യം. കാരണം ടോപ്പിലത്തേക്ക് ആ ഒരു എല്ലാം ഒലിച്ച് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പാലറ്റ് നൈഫൊക്കെ കൊടുത്തു, എന്നിട്ടും സംഭവം രക്ഷയില്ല. അതൊക്കെ അങ്ങ് ഒലിച്ച് പോയി. പിന്നെ ഞാൻ ഏത് കളർ വേണമെന്നുള്ളൊരു കൺഫ്യൂഷനായിട്ടോ, കാരണം മൊത്തം കുളമായല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത്? പിന്നെ ഞാൻ ഇതേപോലെ ഒരു ലാവൻഡർ ഷെയ്ഡ് കളറിൽ ഒരു സൈഡിൽ മാത്രം റോസറ്റ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ടോപ്പിലത്തെ ആ ഒരു സംഭവങ്ങളെല്ലാം താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് താഴെ ഒരു ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു പ്രസ് ഡിസൈൻ കൊടുത്തു. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ലീസുകൾ വരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഗ്രീൻ കളറാക്കിയിട്ട് ലീസും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ബട്ടർഫ്ലൈ ആ ഒരു സെയിം ലാവൻഡർ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കയ്യിലെ സാധനങ്ങൾ കംപ്ലീറ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പിങ്ക് കളറായിരുന്നു. പിന്നെ ആ ഒരു പിങ്ക് കളർ 2 ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് നമ്മൾ കേക്ക് നല്ല സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.